അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോയാണിത്. അഴീക്കൽ, കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ ഇത് അവിടെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ കല്ലിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൂടെ പോകുന്നത്. ബീച്ച് വരാറുണ്ട്, പക്ഷേ അങ്ങേ സൈഡിൽ, അങ്ങേ ഭാഗത്താണ് ഞങ്ങൾ വരാറുള്ളത്. ഈ ഭാഗത്ത് ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ കല്ലേൽ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഞാൻ ആ ഫോട്ടോയും അവരുടെ ചിത്രങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്തോ ഭയങ്കര ഒരുപാട് വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ 2004 ഡിസംബർ 26 പൊലിഞ്ഞ മനുഷ്യജീവനുകളുടെ ചിത്രങ്ങളാണ് ഈ കല്ലിൽ വരച്ചു വച്ചിരിക്കുന്നത്. സുനാമി ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഈ അഴീക്കൽ ഭാഗത്താണ്. കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്നവർ എല്ലാവരുടെയും ഫോട്ടോയുണ്ട്. അതിൽ ചിലരുടെ ഫോട്ടോയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. പ്രായമായവരുണ്ട്. ഒരു കുടുംബത്തിലെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അത് ക്രിസ്തുമസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നടന്ന സംഭവമാണ്. കേരള ജനത ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത്, ആ നടുങ്ങുന്ന ദുരന്തം. ചില ചിത്രങ്ങളൊക്കെ കല്ലിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, ചിലതിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. എന്തോ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ തോന്നും ആ ചിത്രങ്ങൾ. എനിക്ക് അവിടെ നിന്നപ്പോൾ കുറേ നേരം അവരുടെ ചിത്രങ്ങൾ നോക്കി ഞാൻ അവിടെ നിന്നുപോയി. അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം തോന്നിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയതും ഈ കാഴ്ച കണ്ടതും. കൊച്ചു കുട്ടികളൊക്കെ ഇന്ന് ചിലപ്പം ജീവനോടെ ഭൂമിയിൽ കാണേണ്ടവരൊക്കെ ആയിരുന്നിരിക്കണം ഇതൊക്കെ. വെറും 4 മിനിറ്റ് നീണ്ടു നിന്ന തിരമാല, ശക്തമായ പൊക്കത്തിലുള്ള തിരമാല കവർന്നെടുത്ത ജീവനുകളാണിതെല്ലാം. അന്ന് ആ സുനാമി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ ഇവരൊക്കെ കണ്ടേനെ. കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട്. ഒരു 4 മിനിറ്റത്തെ ഒരു തെങ്ങിൻ്റെ അത്രത്തോളം പൊക്കത്തിലാണ് തിരമാല വന്നത്. അങ്ങനെ ഇപ്പോഴും ആ ജനത അവിടുന്ന് ഈ ദുരന്തത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. എന്തോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഇവരുടെ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ. മനുഷ്യരുടെ കാര്യം ഇങ്ങനെ എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് വഴിയാണ് അറിയില്ല. മരണം ഉണ്ടെന്ന് മാത്രം നമുക്കറിയാം. നമ്മുടെ മരണം പക്ഷേ ഏത് വഴിയിൽ കൂടാണെന്ന് നമുക്കൊരിക്കലും അറിയില്ല. ദുരന്തം വന്നാണോ, പ്രകൃതി ദുരന്തം വന്നാണോ, അസുഖം വന്നാണോ, ആക്സിഡൻറ്റ് പറ്റിയാണോ, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ നമ്മളൊന്ന് പുഞ്ചിരിക്കാൻ സമയമില്ല, മറ്റുള്ളവരോടൊന്നും മിണ്ടത്തില്ല, നമ്മളെ നോക്കി ആരും മിണ്ടത്തില്ല, പുഞ്ചിരിക്കത്തില്ല. പക, വിദ്വേഷം, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ വെറുതെയാണ്. എന്നാൽ എപ്പോഴാണ് മരണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഞാൻ അങ്ങനെ ഇത് വീഡിയോയിലൊന്ന് പകർത്തിയെടുത്തതാണ്. പിന്നെ ഇതുകൊണ്ട് ഒരുപാട് പേരവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. മീൻ പിടിക്കാനൊക്കെ ചേട്ടന്മാരും ഒക്കെ ചൂണ്ടയിടുന്നുണ്ട്. അവിടെ സൈഡിൽ വന്ന് നിന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇതോ ആ കാണുന്നതാണ് അഴീക്കൽ പാലം. അതിലേക്കൂടെയാണ് വാഹനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ആ നീല പെയിൻ്റ് അടിച്ച് കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അവിടെ കയറി നിന്നാൽ ബോട്ടും എല്ലാം കാണാം. വളരെ നല്ല പൊക്കത്തിലാണത് സ്ഥിതി ചെയ്യുന്നത്. കായംകുളം ജംഗ്ഷന്, സിറ്റികളെല്ലാം അവിടെ നിന്നാൽ കാണാം. ഇനി ഒരു വട്ടം സമയമുള്ളപ്പോൾ അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു വീഡിയോ എടുത്തതാണ്.